ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്ക് ജനറൽ ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് കുറച്ച് ഏരിയയിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നോക്കാം. എന്തൊക്കെ ടീച്ചിങ് മെത്തേഡുകളാണ് ഉള്ളത് നോക്കാം. അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ടീച്ചിങ് ഉള്ളത്, ടീച്ചിങ്ങിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ടീച്ചർ സെന്റേർഡ് ആണ്. അപ്പൊ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത്, ഞാൻ കുറച്ച് കീവേഡുകൾ പറയാം, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ കീവേഡുകളായിരിക്കും കൂടുതൽ കാണുക. ഓക്കെ, ഞാൻ ഏതൊക്കെയാണ് കീവേഡ് എന്ന് ക്ലാസ് പറയുമ്പോൾ പറയാം. ക്ലാസിന്റെ ഞാൻ ഓരോരോ ടേമിലും ഏതൊക്കെ കീവേഡുകളാണ് ഓർത്തിരിക്കേണ്ടതെന്ന് പറയാം. അതിൽ ആദ്യം ടീച്ചർ സെന്റേർഡിൽ മനസ്സിലാക്കേണ്ടത് ടീച്ചറാണ് സെൻട്രൽ റോള് അല്ലെ. അതുകൊണ്ടാണല്ലോ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്നത്. ടീച്ചർ പ്ലേസ് എ വൈറ്റൽ റോൾ. ടീച്ചറാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. ആരാണ്? ടീച്ചറാണ്. അപ്പൊ ടീച്ചറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ ക്ലാസ് നീങ്ങുന്നത്. അപ്പൊ അത്തരത്തിലാണ് ടീച്ചിങ് എങ്കിൽ അതിനെ നമ്മൾ ടീച്ചർ സെന്റേർഡ് എന്ന് വിളിക്കും. അതായത് പഴയ ലെക്ചർ മെത്തേഡൊക്കെ എന്താണ്? ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചർ ഒരു കാര്യം പറയുന്നു, കുട്ടികൾ അത് പാസീവായിട്ട് കേൾക്കുന്നു. കുട്ടികൾ തിരിച്ച് ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളും ടീച്ചറും തമ്മിൽ ഡിസ്കഷൻ നടക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ടീച്ചർ സെന്റേർഡിൽ ഉണ്ടാവില്ല. ഓക്കെ, ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ കൊളാബറേഷനും ഗ്രൂപ്പ് ലേണിങ്ങും ലാക്ക് ചെയ്യുന്നുണ്ട്. കൊളാബറേഷൻ നടക്കുന്നില്ല, ഗ്രൂപ്പ് ലേണിംഗ് നടക്കുന്നില്ല. ഓക്കെ, കൊളാബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾ എല്ലാവരും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് പഠനം നടക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ഗ്രൂപ്പായി ചേർന്ന് പഠിക്കുക, അങ്ങനെയുള്ള പ്രോസസ് ഒന്നും നടക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ടീച്ചറാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. കുട്ടികൾക്ക് യാതൊരു ബന്ധവുമില്ല. കൊളാബറേഷനും ഗ്രൂപ്പ് ലേണിംഗും ഒക്കെ നടക്കുന്ന എവിടെയാണ്? ഗ്രൂപ്പും കൊളാബറേഷനും ഉണ്ടാവണമെങ്കിൽ ഒന്നിലധികം ആളുകൾ വേണം. ഒന്നിലധികം ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒന്നിലധികം ആളുകൾ ഉള്ളത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. പക്ഷെ ടീച്ചർ സെന്റേർഡിൽ സ്റ്റുഡൻസ് യാതൊരു റോളും ഇല്ലെങ്കിൽ അവിടെ കൊളാബറേഷനും ഗ്രൂപ്പ് ലേണിംഗും നടക്കില്ല. ഓക്കെ, ഇനി ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്, അതായത് ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്. ടീച്ചർ ചോക്ക് ഉപയോഗിച്ച് ബോർഡിൽ എഴുതുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, കുട്ടികൾ തിരിച്ചു ചോദ്യം ചോദിക്കുന്നില്ല, കുട്ടികൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടാവുന്നില്ല. ഇതാണ് ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഇതൊക്കെയാണോ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ലാക്ക് ഓഫ് കൊളാബറേഷൻ, ഗ്രൂപ്പ് ലേണിംഗ്. ആ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ടീച്ചർ സെന്റേർഡ് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചർ സെന്റേർഡ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ലേണർ സെന്റേർഡ് ആണ്. ഇനി ഇവിടെ ലേണർ സെന്റേർഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേണറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? സെമിനാർ ഒക്കെ തരാറുണ്ട്. അപ്പൊ ടീച്ചർ എന്ത് പറയും? ഈ ടോപ്പിക്ക് നിങ്ങൾ സെമിനാർ എടുത്താൽ മതി. അപ്പൊ അവിടെ ലേണർ സെന്റേർഡില് ലേണറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ അവിടെ ടീച്ചർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സെമിനാർ എടുക്കുന്ന സമയത്ത് ടീച്ചർ എന്താ ചെയ്യുക? നമ്മുടെ സീറ്റിലോ അല്ലെങ്കിൽ അല്ലെ ബാക്കിൽ വന്നിരിക്കും, എന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കും അല്ലെ. അങ്ങനെയല്ലേ സെമിനാറിൽ നടക്കുന്നത്. അപ്പൊ ഒരു ലേണർ സെന്റേർഡില് ടീച്ചർ ഇല്ല എന്നല്ല, അല്ലെങ്കിൽ ടീച്ചർ വേണ്ട എന്നല്ല, ടീച്ചർ ഒരു ബാക്ക് സീറ്റിൽ പോയിരിക്കുകയും ലേണർ ഇനീഷ്യേറ്റീവ് എടുത്ത് ടീച്ചിങ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് ലേണർ സെന്റേർഡ് ആണ്. ഇനി ലേണർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതായത് വിദ്യാർത്ഥിക്ക് മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് ആണ്. അവിടെ സെമിനാറുകൾ മാത്രമാണെന്നില്ല. അതായത് വിദ്യാർത്ഥിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ കരിക്കുലം ബിൽഡ് ചെയ്യുന്നത് മുതൽ നമുക്ക് ലേണർ സെന്റേർഡ് ആവാം. അതായത് ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മനസ്സിലാക്കി, അതായത് ഓരോ കുട്ടിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഈ കുട്ടിക്ക് ഇന്ന ടോപ്പിക്കിലാണ് കഴിവുള്ളത്, ഈ കുട്ടിക്ക് ഇന്ന ടോപ്പിക്കിലാണ് കഴിവുള്ളത്, ഇങ്ങനെ ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ലേണർ സെന്റേർഡ് ആണ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ ലേണർ സെന്റേർഡിൽ വരുന്നതെന്ന്. അപ്പൊ നമ്മൾ കരിക്കുലം ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ വിദ്യാർത്ഥിയെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലേണർ സെന്റേർഡ് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ടീച്ചർ സെന്റേർഡ് ആണെങ്കിൽ ഒരു ക്ലാസ്സിൽ 10 തരത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ ആ 10 കുട്ടികൾ വ്യത്യസ്തരാണെന്നുള്ളത് കൺസിഡർ ചെയ്യില്ല അല്ലെ? ചില ടീച്ചേഴ്സ് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നും കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചിട്ട് പോകും. അതാണ് ശരിക്കും ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടീച്ചർ സെന്റേർഡ് ഉപയോഗിക്കാത്തത്. കാരണം അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അവിടെ വിദ്യാർത്ഥി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ടീച്ചർ ചിന്തിക്കുന്നില്ല. അതായത് ഒരു ക്ലാസ്, അതിനകത്ത് ഓരോ ഇൻഡിവിജ്വലും വേറെ വേറെ ആണെന്നോ ഈ കുട്ടിക്ക് ഇന്ന കഴിവാണെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അതായത് മാത്സിലൊരു പ്രോബ്ലം ഒരു ടീച്ചർ സെന്റേർഡ് മെത്തേഡ് വഴി പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർ വന്നിട്ട് ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അവിടെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നും ആ കുട്ടിക്ക് അത് മനസ്സിലായോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മനസ്സിലായോ, അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ ലേണർ സെന്റേർഡിൽ വരുമ്പോഴത്തേക്കും ലേണറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓരോ വിദ്യാർത്ഥി വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് ലേണർ സെന്റേർഡ്. ഇവിടെ വേറൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കേണ്ടത് സപ്പോർട്ടീവ് ആൻഡ് ലേണിംഗ് എൻവയൺമെന്റ്, എൻഗേജിങ് ലേണിംഗ് എൻവയൺമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ലേണിംഗ് ആണ് അല്ലെ? എൻഗേജ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മൾ സെമിനാറൊക്കെ എന്താണ്? കുട്ടിയെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാണ്. കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുട്ടീനെ ലേണിങ്ങിന് വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് ലേണർ സെന്റേർഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എംപവേഴ്സ് സ്റ്റുഡൻസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദെയർ ഓൺ ലേണിംഗ്, അവരുടെ പഠനത്തിന് കൺട്രോള് അവരോട് തന്നെ എടുക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക അല്ലെ? നമ്മൾ നേരത്തെ സെമിനാറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്താണ്? ലേണർ സെന്റേർഡ് മെത്തേഡിന്റെ പ്രത്യേകതയാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അഡാപ്റ്റീവ് ടീച്ചിങ് പറയാവുന്നതാണ്. അഡാപ്റ്റീവ് ടീച്ചിങ് ഒരു ലേണർ സെന്റേർഡ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ കൺസിഡേർഡ് എന്ന് പറയുന്നതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ലേണർ സെന്റേർഡ് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തത് മിക്സ്ഡ് മെത്തേഡ് ആണ്. അപ്പൊ മിക്സ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ടീച്ചർ സെന്റേർഡ് പഠിച്ചു, ലേണർ സെന്റേർഡ് പഠിച്ചു. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണ്. അവിടെ ടീച്ചറും ലേണറിനും ഈക്വൽ റോളാണ്. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെ മിക്സ് എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ എടുക്കുന്നതാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഡയലോഗ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചറും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 3 എക്സാമ്പിൾ പറയാം. 3 ടീച്ചിങ് മെത്തേഡിന്റെ 3 എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഏത് മെത്തേഡാണെന്ന് പറയണം. റെസിപ്രോക്കലും കൂടെ, ഐ മീൻ മിക്സ്ഡും കൂടെ പറയാം. അതായത് ടീച്ചറും കുട്ടിയും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ? അപ്പോ ഞാൻ പറയാണ്, കുട്ടികളോട് സെമിനാർ എടുക്കാൻ പറയുന്നത് ഏത് തരം ടീച്ചിങ് മെത്തേഡാണ്? കുട്ടികൾക്ക് സെമിനാർ കൊടുക്കുന്നു. ലേണർ സെന്റേർഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് അല്ലെ? അതുപോലെ തന്നെ ഡിബേറ്റ് കൊടുക്കുന്നത് അതേതായിരിക്കും? മിക്സ്ഡ് ആയിരിക്കോ? മിക്സ്ഡ് ആയിരിക്കോ ഡിബേറ്റ്? ഡിബേറ്റിൽ ടീച്ചർ പങ്കെടുക്കുമോ? ലേണർ സെന്റേർഡ്. ലേണർ സെന്റേർഡ് തന്നെയാണ് അല്ലെ? ഡിബേറ്റും ലേണർ സെന്റേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുത്ത് പോകുന്നത് ഏതായിരിക്കും? ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ഇനി മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുവാണ്. അപ്പൊ ടീച്ചർ പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിനെ പറ്റിയാണ്. അപ്പോ അതിന് പറയാണ്, ഹരി എന്താണ് ഫോട്ടോസിന്തസിസ്, ഹരിക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ആരതിക്ക് എന്താണ് ഫോട്ടോസിന്തസിസിനെ പറ്റി അറിയാവുന്നത്, പ്ലാന്റ്സ് എങ്ങനെയാണ് വളരുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ കുട്ടികളോട് ചോദിക്കുന്നു. കുട്ടികൾ അതിന് അവരുടെ ഉത്തരം പറയുന്നു. ടീച്ചറും കുട്ടികളും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവുന്നു, ഡയലോഗ് ഉണ്ടാവുന്നു. ഇതാണ് മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ലേണർ സെന്ററിൽ ടീച്ചർ അവിടെ ഉണ്ട്, പക്ഷെ ടീച്ചറും കുട്ടിയും തമ്മിൽ ഡയലോഗ് ഉണ്ടാവുന്നില്ല. ടീച്ചർ സൈഡിലേക്ക് മാറി നിന്ന് മെന്റർ മാത്രമാവുകയാണ്. മിക്സ്ഡ് മെത്തേഡിൽ ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. കാരണം എക്സാമിന് ഇത് കാണുന്ന സമയത്ത് അത് നേരിട്ട് ഈ പറയുന്ന ഒരു ഡെഫിനിഷനും ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് ആ കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലായാലാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഒരിക്കലും നിങ്ങൾ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കരുത്, എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരിക്കലും ഡെഫിനിഷൻ വേണ്ട. നമുക്ക് എസ്സേ പോലെ ഒരു ലേണർ സെന്റേർഡിനെ പറ്റിയിട്ട് വലിയൊരു എസ്സേ പഠിച്ചു വെച്ചതുകൊണ്ട് യാതൊരു ഗുണമില്ല. നമ്മൾ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്തത് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിന് വിവിധ ലെവലുകൾ ഉണ്ട്. ഐ ഹോപ്പ് മൈ സ്ലൈഡ് ഇസ് ക്ലിയർ. സ്ലൈഡ് കുറച്ച് ക്ലിയർ കുറവുണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ. 3 ലെവലുകളാണല്ലോ ടീച്ചിങ്ങിന്. 3 മെത്തേഡ് പറഞ്ഞു നമ്മൾ അല്ലെ. ടീച്ചിങ്ങിന് 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ടീച്ചിങ്ങിന് 3 ലെവലുകൾ ഉണ്ട്. അപ്പൊ ഓരോ ലെവൽ ഏതാണെന്ന് നോക്കാം. അതായത് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് അല്ലെ. ലെവൽ എന്ന് പറയുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അല്ലെ. മറ്റേത് മെത്തേഡാണ്. ഏത് തരത്തിൽ? ഇത് ലെവലുകളാണ്. അതായത് ചെറിയ ക്ലാസ്സിൽ ഒരു മെത്തേഡ്, പിന്നെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ വേറൊരു മെത്തേഡ്. ആ ലെവലുകളാണ് ലെവൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഈ 3 മെത്തേഡ് നമുക്ക് ഏത് ക്ലാസ്സിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ടീച്ചർ സെന്റേർഡ് നമുക്ക് LKG ഉപയോഗിക്കാം, PGക്ക് ഉപയോഗിക്കാം അല്ലെ. പക്ഷെ ലെവൽ എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ ലെവൽ ഓഫ് ടീച്ചിങ് ആയിരിക്കും ഉപയോഗപ്പെടുത്താം. അതായത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെമ്മറി ലെവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളൊരു സാധനം മെമ്മറിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധനം കാണാതെ പഠിക്കില്ലേ, ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് മെമ്മറി ലെവൽ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊപ്പോസ് ചെയ്തത് ഹെർബർട്ട് എന്ന് പറയുന്ന ആളാണ്. ഇവരുടെ പേരൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതൊന്നും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും ഇത് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്, ഈ ഒരു ഐഡിയ ആരാണ് മുന്നോട്ട് വെച്ചത്, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഹെർബർട്ട് ആണ്. ഇനി ഇത് ടീച്ചിങ്ങിന്റെ ഇനീഷ്യൽ ലെവലാണ്. അതായത് ടീച്ചിങ്ങിന്റെ ആദ്യത്തെ പടിയാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ വിദ്യാർത്ഥി എന്താ ചെയ്യുന്നത്? ബൈ ഹാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മെമ്മറി, നമ്മളൊരു കാര്യം ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും. അപ്പോ ബൈ ഹാർട്ട് ചെയ്യുന്ന സമയത്ത് ബൈ ഹാർട്ട് എവറിത്തിങ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റുകൾ. കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ കാണാതെ പഠിക്കുന്നു അല്ലെ. ഇപ്പൊ LKG നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയെന്നല്ല. അപ്പൊ നമ്മൾ കുട്ടികളോട് എന്ത് പറയും? കാണാതെ പഠിക്കാൻ പറയും അല്ലെ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത്? കാണാതെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കവിതയൊക്കെ കുട്ടികളെ കൊണ്ട് ചൊല്ലി 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 കാണാതെ പഠിപ്പിക്കുന്നു. ABCD നമ്മൾ മനസ്സിലായിട്ടാണോ ഇത് ആൽഫബറ്റ് ആണെന്നും ഒന്നും മനസ്സിലായിട്ടല്ലേ ABCD, A4 ആപ്പിൾ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഇനീഷ്യൽ ലെവലാണ്. ചെറിയ ക്ലാസ്സിൽ മാത്രമാണ് നമുക്ക് മെമ്മറി ലെവൽ സാധ്യമാവുള്ളൂ അല്ലെ. ഇപ്പൊ നെറ്റിന് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇനീഷ്യൽ ലെവലിൽ മാത്രമാണ് നമുക്ക് ഈ മെമ്മറി ലെവൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനി ഈ ബൈ ഹാർട്ടിങ് എന്ന് പറയുന്ന ടേമിന്റെ മറ്റൊരു വേർഡാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റോട്ട് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച് കാണാതെ പഠിക്കുന്നതിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയാ. അപ്പൊ ഈ കീവേഡ് കണ്ടു കഴിഞ്ഞാൽ, റോട്ട് ലേണിംഗ് എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് മെമ്മറി ലെവലുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, മെമ്മറി ലെവലുമായിട്ട് കണക്ട് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം ഓർത്തിരിക്കുന്നതിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ് പഠിക്കില്ലേ, അതിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റോട്ട് ലേണിംഗ് എവിടെയാ നടക്കുന്നത്? മെമ്മറി ലെവലിലാണ്. ഇനി ഏത് ക്ലാസ്സിനാണ് അനുയോജ്യമായിട്ടുള്ളത്? ലോവർ ക്ലാസ്സിന്. കാരണം PGയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു സയൻസ് BSc മാത്തമാറ്റിക്സ് പഠിക്കുന്നിടത്ത് പോയിട്ട് നമുക്ക് മെമ്മറി ലെവൽ ടീച്ചിങ് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് ഈ ആൻസർ ഇങ്ങനെ വരാൻ എന്താ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ അവിടെ കാണാതെ പഠിക്കൽ പോസിബിൾ അല്ല. അപ്പൊ ഇത് ലോവർ ക്ലാസ്സിന് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി ഇത് എപ്പോഴും ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, ടീച്ചർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു, കുട്ടി അത് പാസീവായിട്ട് കേൾക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് സീക്വൻസിങ് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് ടീച്ചർ നമ്മളോട് പറയാണ് ഇത് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്, റെയിൻബോയ്ക്ക് ഇത്ര കളേഴ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കാൻ വിബ്ജിയോർ എന്ന് ഓർത്താൽ മതി. കുട്ടി ചോദിക്കുന്നില്ല എന്താ ടീച്ചർ അങ്ങനെ, വിബ്ജിയോർ എന്താ? അത് തിരിച്ചു ചോദിക്കുന്നില്ലല്ലോ അവിടെ അല്ലെ. റോട്ട് ലേണിംഗിൽ എന്താണ്, കുട്ടിക്ക് മനസ്സിലാവണം എന്നില്ല, മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ മനസ്സിലാക്കി പഠിക്കലല്ല നടക്കുന്നത്, കാണാതെ പഠിക്കലാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ല.
അപ്പൊ അതെന്തായിരിക്കും? ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. പിന്നെ സീക്വൻസിങ് ഓഫ് ഫാക്ട്. നമ്മൾ എന്തിനാണ് ഫാക്ടുകളെ സീക്വൻസ് ചെയ്യുന്നത്? സീക്വൻസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ? അടുക്കി വെക്കുന്നത്. അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റൂമിനകത്ത് ബുക്സ് എല്ലാം അടുക്കിയാണ് വെച്ചേക്കുന്നതെങ്കിൽ ഒരു ബുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതേസമയം ബുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെതറിയാണ് കിടക്കുന്നതെങ്കിൽ ഒരു ബുക്ക് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിനകത്തും എന്താണ്, നമ്മള് ഫാക്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോ കറക്റ്റ് ആയിട്ട് അത് എടുക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കോഡുകളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാൻ നമുക്ക് എളുപ്പം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ അതാണ് മെമ്മറി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെമ്മറി ലെവൽ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട 1-2 പോയിന്റുകൾ. ഇനീഷ്യൽ ലെവലാണ്, റോട്ട് ലേണിംഗ് ആണ് നടക്കുന്നത്, ഫാക്ടുകളെ സീക്വൻസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അതായത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടീച്ചർ സെന്റേർഡ് ആണ്. ഇത്രയും പോയിന്റുകളാണ് മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്നത്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അവിടെ അല്ലെ? മെയിൻ പ്രൊപ്പോണന്റ് ഈ ആശയം മുന്നോട്ട് വെച്ചത് മോറിസൺ ആണ്. ഇവിടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിന്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളത് നിങ്ങളുടേതായ ഭാഷയിൽ മറ്റൊരാൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ് നടന്നിട്ടുണ്ടാവുക? ഒരു തവണ ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയ ആണത്. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് പഴയതായതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. അതായത് ഞാൻ ഒരു രണ്ട് എക്സാമ്പിൾസ് പറയാം. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു തിയറി പറഞ്ഞു. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is an equal and opposite for every action there is an equal and opposite reaction. ഈ തിയറി പറഞ്ഞു. നിങ്ങൾ ഇതേ തിയറി നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്, ന്യൂട്ടന്റെ തേർഡ് ലോ ഉണ്ട്, ടീച്ചർ പഠിപ്പിച്ചതാണ്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് പറഞ്ഞു. ഇതൊരു ലെവലാണ്. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. നിങ്ങൾ പറയാണ്, ടീച്ചർ പഠിപ്പിച്ചൊരു കാര്യമാണ്, ന്യൂട്ടന്റെ തേർഡ് ലോ ഉണ്ട്, അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്നിട്ട് നിങ്ങളൊരു എക്സാമ്പിളും കൂടെ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു ഇപ്പോ തോക്ക് നിന്ന് വെടി ഉതിർക്കുന്ന സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്നു, അതൊരു ആക്ഷനാണ്. ആ ആക്ഷന്റെ ഭാഗമായിട്ട് തോക്ക് നമ്മുടെ പുറകിലോട്ട് വരുന്നു, അത് അതിന്റെ റിയാക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ എക്സാമ്പിളും കൂടെ കൊടുക്കുകയാണ്. അപ്പൊ ഏതാണ് മെമ്മറി ലെവൽ, ഏതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ? ആദ്യം പറഞ്ഞത്, അതായത് ഒരു തിയറി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് പഠിച്ചു, അതേപോലെ ഒരു എക്സാമ്പിൾസ് അതൊന്നും ഇല്ലാതെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തത് മെമ്മറി ലെവൽ. രണ്ടാമത് എക്സാമ്പിൾസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തപ്പോ അത് അണ്ടർസ്റ്റാൻഡിങ്, മെമ്മറി പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഞാൻ എക്സാമ്പിൾ ഒന്നും കൊടുത്തില്ല, ടീച്ചർ പറഞ്ഞ ആ ഒരു ടേം അതേപോലെ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എന്റേതായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു. അപ്പൊ അത് മെമ്മറി ലെവലാണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തന്നെയാണ്. എന്തുകൊണ്ടാ? ടീച്ചർ പറഞ്ഞ അതേപോലെയല്ല പറഞ്ഞേക്കുന്നത്. മെമ്മറി ലെവലില് എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ പറയായിരിക്കും. കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്തിടത്തോളം ഞാൻ അതിനകത്ത് ഒരു വാക്കും മാറ്റില്ല അല്ലെ? ഒരു ഭാഷ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണോ കേട്ടത് അത് അതേപോലെ പറയില്ലേ? അതേസമയം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അത് പറയാൻ പറ്റിയത്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തന്നെയാണ്. ഓക്കെ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ സ്റ്റുഡന്റ് ക്യാൻ ഗിവ് എക്സാമ്പിൾ ഓൺലി ഇഫ് ഹി അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക് അല്ലെ? ആ ടോപ്പിക് മനസ്സിലായാലാണ് കുട്ടിക്ക് അത് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ടീച്ചർ ആൻഡ് ലേണർ പ്ലേ ആക്റ്റീവ് റോൾ. അടുത്തത് റിഫ്ലക്റ്റീവ് ലെവലാണ്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഹണ്ട് ആണ്. ഹണ്ട്
ഇത് ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അതായത് വലിയ ക്ലാസ്സുകളിൽ, ഇപ്പൊ PG ക്ലാസ്, ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ റിഫ്ലക്റ്റീവ് ലെവലാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികളുടെ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ വലിയ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് സെൻട്രിക് ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റുഡന്റ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ടീച്ചർ ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു കുട്ടി പഠിച്ച ഒരു കോൺസെപ്റ്റ് അയാളുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്? റിഫ്ലക്റ്റീവ് ലെവലാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു പാത്രത്തിൽ നിറച്ചും കറിയുണ്ട്, നമുക്കത് പെട്ടെന്ന് തണുപ്പിക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഫാനിന്റെ താഴെ കൊണ്ടുപോയി വെക്കും. ഇപ്പൊ കറണ്ട് ഇല്ല, ഫാനും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചുകൂടെ പരന്ന ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഒഴിക്കും. അത് ശരിക്കും എന്താണ്? അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിപ്പോ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് പറയാം, അല്ലെ? ചിലതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ചെയ്ത ആളുണ്ടല്ലോ, അതായത് പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ മതി എന്ന് ആദ്യം ചിന്തിച്ച ആളുണ്ടല്ലോ, ഇത് പിന്നീട് നമ്മൾ വേറൊരാൾ പറഞ്ഞാണ്, അതായത് പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ മതി എന്ന് നമ്മളെടുത്ത ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ആദ്യം ചെയ്ത ആളുണ്ടാവുമല്ലോ, ഇത് അതായത് പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ മതി എന്ന് ആദ്യമായിട്ട് ചിന്തിച്ച ആളുണ്ടാവുമല്ലോ, അയാൾ ശരിക്കും റിഫ്ലക്റ്റീവ് ലെവൽ ഉപയോഗിച്ചതാണ്. കാരണം സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷനും കൂടും. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ കൂളിംഗ് ഉണ്ടാവും. അതായത് നീരാവി വരുന്ന സമയത്ത് അവിടെ കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ ആ കൂളിംഗ് ആണ് ആ സാധനത്തിന് തണുപ്പിക്കുന്നത്, അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കപ്പിനകത്താണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ കപ്പിന്റെ വാവട്ടത്തിന്റെ അനുസരിച്ചിട്ടേ ഇവാപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ തണുക്കുന്നത് കുറയും. അതേസമയം നമ്മൾ സോസറിൽ ഒഴിക്കുമ്പോൾ എന്താണ്? സർഫസ് ഏരിയ കൂടി, അതിന്റെ വിസ്താരം കൂടി. അപ്പൊ അത്രയും ഏരിയയിൽ ഇവാപ്പറേഷൻ നടക്കും. കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ കൂടുതൽ കൂളിംഗ് ഉണ്ടാവും. അപ്പൊ കപ്പിൽ നിന്ന് നമ്മൾ സോസറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുകയും പെട്ടെന്ന് തണുത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ കാര്യം നമ്മൾ അപ്ലൈ ചെയ്തതാണ്, അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിന് നമ്മുടെ റിയൽ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഇത് ചെറിയ ക്ലാസ്സിൽ നടക്കുമോ? ചെറിയ കുട്ടി അങ്ങനെയൊക്കെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുമോ? ഇല്ല. അപ്പൊ നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അവിടെ ടീച്ചർ ഉണ്ടാവണം എന്നില്ല, അല്ലെ? നമുക്കൊരു 10-30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കെമിസ്ട്രി ടീച്ചറോ നമ്മുടെ ബയോളജി ടീച്ചറോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണ്? അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ഇനി റിഫ്ലക്റ്റീവ് ലെവൽ നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇനി നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിഫ്ലക്റ്റീവ് ലെവൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ടീച്ചിങ് പറയുമ്പോൾ നമുക്ക് ഇത് ഏറ്റവും വലിയ ക്ലാസ്സുകളിൽ, ഇപ്പൊ PG ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മളിത് ക്ലാസ്സിന് മുൻനിർത്തി പഠിക്കുന്ന സമയത്ത് ഇത് വലിയ ക്ലാസ്സിലാണെന്നുള്ളത് ഓർക്കാം. ഇനി ഇത് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യ പേപ്പറിലെ ഹിസ്റ്ററിയിലെ പേപ്പർ 1 ചോദിച്ച ഒരു ചോദ്യമാണ്. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലിസ്റ്റ് 1 എലമെന്റ്സും ലിസ്റ്റ് 2 മെമ്മറി ലെവൽ ടീച്ചിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ഓരോന്ന് വായിക്കുക. ഇതിപ്പോ ആദ്യം കാണുന്ന സമയത്ത് ഇത് എന്താ? അത് എലമെന്റ്, മെമ്മറി ലെവൽ ടീച്ചിങ്ങിലെ ടേമുകള് എന്ന് കാണും. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ടു ഡെവലപ്പ് മെന്റൽ ആസ്പെക്ട് ഓഫ് ലേണിംഗ്, ട്രെയിനിങ്, ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പർപ്പസ്, ടീച്ചർ ഈസ് മോർ ആക്റ്റീവ് ആൻഡ് ഡോമിനന്റ്, ക്രാമിംഗ് എബിലിറ്റി. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ വായിക്കുമ്പോ? ടീച്ചർ ഈസ് മോർ ആക്റ്റീവ് ആൻഡ് ഡൊമിനിയന്റ്, മെമ്മറി ലെവൽ ടീച്ചിങ്. അല്ല, മെമ്മറി ലെവൽ ടീച്ചിങ് ഓപ്ഷനിലില്ല. 1, 2, 3, 4 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ലിസ്റ്റ് 1ന്റെ എല്ലാം മെമ്മറി ലെവൽ ടീച്ചിങ്ങിലുള്ള പോയിന്റുകളാണ്. 1, 2, 3, 4 കൊടുത്തേക്കുന്നത്. സപ്പോർട്ട് സിസ്റ്റം, സിന്റാക്സ്, ഫോക്കസ്, സോഷ്യൽ സിസ്റ്റം. എന്തെങ്കിലും കണക്ട് ആവുന്നുണ്ടോ? മെമ്മറി ലെവലിലാവുമ്പോ ഈ സി എന്നുള്ളത് സോഷ്യൽ സിസ്റ്റം ആണ്. ടീച്ചർ ഇസ് മോർ ആക്റ്റീവ് ആൻഡ് ഡോമിനന്റ്. പറയാം.
അത് ടീച്ചറിന്റെ സൗണ്ട് പോണ്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, കേൾക്കുന്നില്ലേ? ക്രാമിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ദി സ്കിൽ ഓഫ് റാപ്പിഡ്ലി സ്റ്റഡിങ്, മെമ്മറൈസിങ് ആൻഡ് അബ്സോർബിംഗ് ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ഇൻ എ ഷോർട്ട് ടൈം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ ക്രാമിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു വലിയ ചങ്ക് ഓഫ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ, അതായത് ചെറിയൊരു ടൈം പീരീഡിന്റെ ഉള്ളിൽ കുറെ കൂടുതൽ കാര്യങ്ങൾ കാണാതെ പഠിക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ക്രാമിംഗ് എബിലിറ്റി എന്ന് പറയാം. അപ്പൊ ക്രാമിംഗ് എബിലിറ്റി ഏതിലായിരിക്കും വരിക? മെമ്മറി ലെവലിലായിരിക്കും അല്ലെ? മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പൊ അതിൽ ക്രാമിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു വോളിയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും പറ്റുന്ന ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ക്രാമിംഗ് എബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പേർപ്പസ്, ഇതൊക്കെ ഒരു ആദ്യം ഇൻട്രൊഡക്ഷന്, പിന്നെ പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇപ്പൊ ഒരു സെന്റൻസിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്, ഇങ്ങനെ വെക്കുന്നതിനെ നമ്മൾ സിന്റാക്സ് എന്നാണ് പറയാ. അപ്പോ ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്, ഇതിനെ നമുക്ക് എവിടേക്ക് മാച്ച് ചെയ്യാം? സിന്റാക്സിലേക്ക് മാച്ച് ചെയ്യാം. ഇനി ടു ഡെവലപ്പ് മെന്റൽ ആസ്പെക്ട് ഓഫ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഫോക്കസ് ആണ്. അപ്പൊ നമുക്ക് A3 മാച്ച് ചെയ്യാം, B2 മാച്ച് ചെയ്യാം. പിന്നെ ക്രാമിംഗ് എബിലിറ്റി എന്തായിരിക്കും? സപ്പോർട്ട് സിസ്റ്റവും ടീച്ചർ ഇസ് മോർ ആക്റ്റീവ് ആൻഡ് ഡോമിനന്റ് അല്ലെ? C4 D2 ഓപ്ഷൻ ഇല്ലേ? D1. ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. സിന്റാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, സിന്റാക്സ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ സിന്റാക്സ് പറയുമ്പോൾ എന്താ പറയാ? ആദ്യ സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് സിന്റാക്സ് എന്ന് പറയാ. അതായത് ഒരു വാക്യത്തിന്റെ ഘടനയ്ക്കാണ് നമ്മൾ സിന്റാക്സ് എന്ന് പറയാ. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് നമ്മൾ സിന്റാക്സ് എന്ന് പറയാ അല്ലെ? അപ്പൊ അത് നമുക്ക് സിന്റാക്സിലേക്ക് മാച്ച് ചെയ്യാം. പിന്നെ മെന്റൽ ആസ്പെക്ടിന്റെ ട്രെയിനിങ്, അതെന്താണ്? ഫോക്കസ് ആണ് അല്ലെ? നമ്മൾ ഫോക്കസ്, മെന്റൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഫോക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അത് സോഷ്യൽ സിസ്റ്റം ആണ്. അപ്പൊ നമുക്കത് കറക്റ്റ് C4 മാച്ച്. അത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടും. അപ്പൊ C4 വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. കണ്ടോ, C4 വരുന്ന ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ എന്ന് അതിലേക്ക് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റുമോ? നമുക്ക് ഒരു ഐഡിയയിലേക്ക് പോയി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇപ്പൊ നേരത്തെ ഫൗസിയ പറഞ്ഞില്ലേ, ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സോഷ്യൽ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി, ബാക്കി നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ മെമ്മറി ലെവൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാണ്, പക്ഷെ നമ്മൾ പഠിച്ചതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഒരു കോമൺ സെൻസും കൂടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് 2025 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയില് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടെ കിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് എങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യന് 2-3 തവണ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ?
ടീച്ചറെ ഞാൻ ആ. ആ സോഷ്യൽ എന്ന് പറഞ്ഞത് ടീച്ചർ മോർ ആക്റ്റീവ് ആൻഡ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ മൊത്തം മെമ്മറി ലെവലാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോ മെമ്മറി ലെവലില് ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറഞ്ഞ ഇന്ററാക്ഷൻ ഇല്ലല്ലോ, ടീച്ചറിന് ഡൊമൈൻ അല്ലേ, അങ്ങനെയാണ് അത് ഞാൻ കണക്ട് ചെയ്തത്. ശരിയാണോ അത്? അല്ല, മെമ്മറി ലെവലില് ഇതെല്ലാം മെമ്മറി ലെവലിലെ ഫീച്ചേഴ്സ് ആണ്. മെമ്മറി ലെവൽ ടീച്ചിങ്ങിന്റെ ഫീച്ചേഴ്സും മറ്റേത് അതിന്റെ എലമെന്റ്സുമാണ്. അതായത് ഇപ്പൊ ടീച്ചർ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെമ്മറി ലെവലിലെ സോഷ്യൽ സിസ്റ്റം ആരാണ്? ടീച്ചറാണ്. ടീച്ചർ അല്ലേ ഡോമിനന്റ്? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ അത്? അതായത് ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ മെമ്മറി ലെവലില് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോ ഒരു സോഷ്യൽ എന്ന് പറയുമ്പോ ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കണില്ലല്ലോ. അവിടെ സോഷ്യൽ ടീച്ചറാണ് ഡൊമൈൻ അങ്ങനെയാണോ ചിന്തിക്കേണ്ടതെന്ന് ഞാൻ അതെ, അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പൊ ഇവിടെ ഇതെല്ലാം മെമ്മറി ലെവൽ ടീച്ചിങ്ങിലെ പോയിന്റുകളാണ്, അതിന്റെ എലമെന്റുകളാണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഇവിടെ രണ്ടുപേരും ഇന്ററാക്ഷൻ നടക്കുന്നില്ല, ആകെ ആരും മാത്രമേ ഉള്ളൂ, ടീച്ചർ മാത്രം. അപ്പൊ നമുക്ക് എവിടെ കണക്ട് ചെയ്യാം? ടീച്ചറിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് അവിടെ എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? ട്രെയിനിങ്ങാ കൊടുക്കുന്നത് അല്ലെ? കാണാതെ പഠിക്കാനുള്ള ട്രെയിനിങ്ങാ കൊടുക്കുന്നത്. ടു ഡെവലപ്പ് മെന്റൽ ആസ്പെക്ട് ഓഫ് ട്രെയിനിങ്. അതായത് കാണാതെ പഠിക്കാനുള്ള ആ ഒരു മെന്റൽ ഇതാണല്ലോ കൊടുക്കുന്നത്. അതായത് നമ്മൾ കാണാതെ പഠിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പിന്നെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഘടന എന്താണ്? ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. അതായത് ഇവിടെ ടീച്ചർ മാത്രമേ ഉള്ളൂ. ടീച്ചർ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ അതായത് ടോപ്പിക് ഇൻട്രൊഡക്ഷനും പ്രിപ്പറേഷനും പിന്നെ അതിന്റെ പേർപ്പസിന്റെ എന്താണ് ആ പേർപ്പസ് എന്ന് അവിടെ അവതരിപ്പിക്കുന്നു. അവിടെ എന്ത് നടക്കുന്നില്ല? ഇന്ററാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ആ സിൻടാക്സിലേക്ക് അത് കണക്ട് ചെയ്യാം. പിന്നെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ മെമ്മറി ലെവൽ ടീച്ചിങ്ങിന്റെ സപ്പോർട്ട് സിസ്റ്റം എന്താണ്? ഈ എബിലിറ്റിയാണ്, ക്രാമിംഗ് എബിലിറ്റിയാണ്. അതായത് കുട്ടിക്ക് കാണാതെ പഠിക്കാനുള്ള എബിലിറ്റിയാണ് അവിടുത്തെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മെമ്മറി ലെവലില് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രാമിംഗ് എബിലിറ്റിയാണ്, കാണാതെ പഠിക്കാനുള്ള കഴിവാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ജസ്റ്റ് പറഞ്ഞു പോകാവുന്നതാണ്. ഇതങ്ങനെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാണ്. ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് എന്തൊക്കെയാണ്? ഒരു നല്ല ടീച്ചിങ് നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഒരു ടീച്ചർക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം അല്ലെ? അപ്പൊ അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടീച്ചർക്ക് അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവെന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംപതിയാണ്. ഒരു ടീച്ചർക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? എംപതിയാണ്, സിമ്പതി അല്ല. എംപതി എന്ന് പറയുമ്പോൾ എന്താണ്? ആ കുട്ടിയുടെ പ്രോബ്ലം നമ്മുടെ തന്നെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി ആ കുട്ടീനെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് എംപതി. സിമ്പതി എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പതി സഹതാപവും എംപതി അനുതാപവുമാണ് അല്ലെ? സഹതാപം എന്ന് പറയുമ്പോൾ, സഹം എന്ന് പറയുമ്പോൾ എന്താണ്? സഹപാഠി അല്ലെ, കൂടെ പഠിക്കുന്നവൻ. അപ്പൊ കൂടെയുള്ളവന്റെ വേദന മനസ്സിലാക്കുന്നതാണ് സഹതാപം. താപം എന്ന് പറയുമ്പോൾ വേദനയാണ്, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നതാണ് സഹതാപം. അതായത് ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം വരുമ്പോ അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുന്നത് സിമ്പതിയാണ്. അതല്ല ടീച്ചർക്ക് വേണ്ടത്. പകരം എന്താണ്? അനുതാപമാണ് വേണ്ടത് അല്ലെ? എംപതിയാണ് വേണ്ടത്. അതായത് ടീച്ചറിന്റെ തന്നെ പ്രശ്നമാണ് അത് എന്ന് മനസ്സിലാക്കിയതല്ല, ടീച്ചറിന്റെ പ്രശ്നമാക്കി എടുത്ത് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ അത് നമുക്ക് ഒരു നല്ല ടീച്ചറാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു ടീച്ചറിന് വേണ്ടത് എന്താണ്? എംപതിയാണ്. പിന്നെ ടീച്ചിങ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? കൊളാബറേഷൻ വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ലാക്ക് ഓഫ് കൊളാബറേഷൻ ഉള്ള ടീച്ചർ സെന്റേർഡ് എന്തല്ല? ഒരു ഇഫക്റ്റീവ് മെത്തേഡ് അല്ല. പിന്നെ നോളജ് ഓഫ് ദി കണ്ടന്റ്, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതായത് കണ്ടന്റ് നോളജ് ടീച്ചറിന് ഉണ്ടായിരിക്കണം അല്ലെ? ഇപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെ പറ്റി ആ ടീച്ചർക്ക് ധാരണയില്ലെങ്കിൽ അത് എന്തല്ല? ഇഫക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ല, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചിങ് അല്ല. അടുത്തത് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് ആണ്. എന്താണ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കണം അല്ലെ? കുട്ടികളെ ഇടപെടുത്തി കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് ആണ്. ലേണിംഗിന്റെ ഡൊമെയിനുകൾ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠനം നടക്കുന്നത് 3 ഡൊമെയിനുകളിലൂടെയാണ്. അതായത് ബ്രെയിനിന്റെ 3 ഡൊമെയിനുകളിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെയാണ് ഡൊമെയിൻ എന്നുള്ളത്. ഒന്നാമത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോ ഞാനിപ്പോ കണക്ക് പഠിക്കുവാണ്. അപ്പൊ എന്റെ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം. എന്താണ് കോഗ്നിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഡൊമെയിൻ ആണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് സെൻട്രൽ ടു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പൊ കണക്കിൽ ഒരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്റെ ഏത് ഡൊമെയിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഞാൻ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആയിരിക്കും. അപ്പൊ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്റലക്ച്വലുമായി ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ. ഓക്കെ, ഇനി ഇവിടെ കോഗ്നിറ്റീവ് ഡൊമെയിനിലാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പറയുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത്, അല്ല അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ബ്ലൂമിന്റെ ടാക്സോണമി ഓർഡറിൽ എഴുതാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം വീണ്ടും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഈ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അതായത് ഇവിടെ ബ്ലൂം എന്ന് പറയുന്ന, ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ തിയറിസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഗ്നിറ്റീവ് ഡൊമെയിനിലുള്ള ലേണിംഗ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തി. അതായത് നമ്മുടെ ഇന്റലക്ച്വലുമായി ബന്ധപ്പെട്ട ലേണിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തി. ഓക്കെ, അതിന് എന്നിട്ട് ഒരു തിയറി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ഫ്രെയിം അപ്പോ ഹൈറാർക്കിയാണ് അവിടെ പറയുന്നത്. അതായത് നോളജ് അറ്റൈൻ ചെയ്യുന്നതിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ലേണിംഗ് നടക്കുന്നത്, അതായത് നമ്മുടെ ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം ബ്രേക്ക് ആയി. ഒന്നുകൂടെ പറയാം. അതായത് ലേണിംഗ് നടക്കുന്നത്, നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമെയിനിലെ ലേണിംഗ് നടക്കുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പാണ് ഇവിടെ ആര് പറയുന്നത്? ബെഞ്ചമിൻ എസ് ബ്ലൂം പറയുന്നത്. അതായത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടല്ലോ. അപ്പം നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ് വർക്ക് ആവുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് തലച്ചോറിന്റെ ഓരോരോ ഭാഗങ്ങൾ, നമ്മളിപ്പോ തലച്ചോറിന്റെ 2 ഹെമിസ്ഫിയർ ആയിട്ട് പറയാറില്ലേ? ലാംഗ്വേജ് സ്കില്ല് ഇന്ന ഹെമിസ്ഫിയർ, മാത്തമാറ്റിക്കൽ സ്കില്ലിന് ഇന്ന ഹെമിസ്ഫിയർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇപ്പൊ ചിലരുടെ റൈറ്റ് ബ്രെയിന് ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുള്ളവരെന്ന് പറയാറില്ലേ? അതായത് ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഇന്ന സൈഡ് ആയിരിക്കും, അങ്ങനെ പറയാറില്ലേ? അപ്പൊ ബ്രെയിനിന്റെ ഓരോ ഡൊമെയിനും ഓരോന്നിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ പഠനം നടക്കുന്നത് എന്ന് ബ്ലൂം എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ പറയുന്ന ബ്ലൂമിന്റെ ടാക്സോണമിയിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടാക്സോണമിയിൽ ഒരു ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. ഹൈറാർക്കി എന്ന് പറയുന്നത് പടിപടിയായിട്ട് ആദ്യം ഇത് നടക്കുന്നു, പിന്നെ ഇത് നടക്കുന്നു, പിന്നെ ഇത് നടക്കുന്നു, അങ്ങനെ ഒരു ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. ആ ഹൈറാർക്കിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ അവിടെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ലേണിംഗ് നടക്കുന്നത് ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളേജ് ആണ്. അതായത് എന്ത് കാര്യം, നമ്മുടെ ഇപ്പൊ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് വേണം. അപ്പൊ അതാണ് ശരിക്കും നോളേജ് എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും നമ്മുടെ മെമ്മറി ലെവലിൽ വരുന്നതാണ് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഇക്വേഷൻ നമ്മൾ മനസ്സിലേക്ക് ആദ്യം റീകോൾ ചെയ്യും. അപ്പൊ അതാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ഒരു പഠനം നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നോളേജ് ആണ് അല്ലെ? ആദ്യം അത് എന്താണെന്ന് പഠിക്കും. ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ഒരു കാര്യം പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ടീച്ചർ ആദ്യം എന്താണ്? ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് നോളേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്?
അത് എന്താണെന്ന് മനസ്സിലാക്കി തരും. അതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ഓർ ഇന്റർപ്രറ്റ്സ് ദി ഐഡിയ ആൻഡ് കോൺസെപ്റ്റ്, അല്ലെ? അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറയും. അതായത് ഇപ്പോ ഒരു പുതിയ സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയും. അതാണ് ആപ്ലിക്കേഷൻ. ഇനി അനാലിസിസ്, നമ്മുടെ അടുത്ത് അതിനെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറയും. അതായത് ഈ ഐഡിയകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അതായത് ഐഡിയകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കും. അതാണ് അനാലിസിസ്. ഇനി സിന്തസിസ് എന്ന് പറയുന്നത് ഈ കണക്ട് ചെയ്ത ഐഡിയകളെ എന്ത് ചെയ്യും? പുതിയതായിട്ട് ഒന്നുകൂടെ കമ്പൈൻ ചെയ്യും. അതാണ് സിന്തസിസ്. സിന്തസൈസ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്യാണല്ലോ. ലാസ്റ്റ് എന്താണ്? ഇവാലുവേഷൻ. ഇങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ലേണിംഗ് നടക്കുന്നത്. അതായത് ഒരു കുട്ടി കോഗ്നിറ്റീവ് ഡൊമെയിനിലെ, അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നേരിട്ട് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ആദ്യം നോളജ് ആണ്, പിന്നെ നമ്മൾ അത് മനസ്സിലാക്കും. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബാക്കി വരുന്നതെല്ലാം റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നതാണ്. നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്തതിനെ അനലൈസ് ചെയ്യുന്നു, ആ അനലൈസ് ചെയ്തതിനെ എല്ലാത്തിനെയും കൂടെ വെച്ചിട്ട് നമ്മൾ പുതിയതൊരെണ്ണം സിന്തസൈസ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ സയൻസിൽ ഒരു തിയറി പഠിക്കുകയാണ്, ആ തിയറി നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് നോളജ് ആണ്. ഇനി ആ തിയറി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കോംപ്രിഹെൻഷൻ ആവുന്നു. ഇനി നമ്മൾ അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ അപ്ലൈ ചെയ്തതിനെ അനലൈസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ആ തിയറി നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ആ അപ്ലൈ ചെയ്തതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു പുതിയ ഒരു തിയറി ആക്കിയിട്ട് നമ്മൾ പുതിയതായിട്ട് അതിനെ സിന്തസൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ സിന്തസൈസ് ചെയ്തതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ഒരു ലേണിംഗ് ഇങ്ങനെയാണ് നടക്കുന്നത്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി ആവശ്യമുള്ള, ഇന്റലക്ട് ആവശ്യമുള്ള ലേണിംഗിലാണ് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ ആണോ? ഒരു കവിത പഠിക്കാൻ ഇത് വേണോ? നമ്മളിപ്പോ ഒരു കവിതയുടെ എന്താണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ പറയാണ്, ഈ സ്റ്റെപ്പൊക്കെ വേണോ? വേണ്ട. നീന്തല് പഠിക്കുകയാണ്, ഈ സ്റ്റെപ്പൊക്കെ വേണോ? വേണ്ട. അപ്പൊ നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ, ഒരു സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മുടെ തലച്ചോറ് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾക്കാണ് ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റലക്ച്വലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേണിംഗ് ആണെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. ഇനി ഈ പറയുന്ന ബ്ലൂമിന്റെ ടാക്സോണമി, ബ്ലൂമാണ് ഇങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ലേണിംഗ് നടക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബ്ലൂം അത് കുറെ മുന്നേ പറഞ്ഞ കാര്യമാണ്. 1956 പറഞ്ഞതാണ്, അല്ലെ? നമ്മൾ കണ്ടു, ഡേറ്റ് കണ്ടു. 1956 ബ്ലൂം ഇങ്ങനെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ലേണിംഗ് നടക്കുന്നത് ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് എന്നൊക്കെ നമ്മുടെ ആരുടെ തിയറിയാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ തിയറിയാണ്. അതായത് നമ്മളൊരു മാത്സിൽ ഒരു പ്രോബ്ലം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ പഠനം നടക്കുന്നത് എന്ന് ബെഞ്ചമിൻ എസ് ബ്ലൂം 1956 പറഞ്ഞതാണ്. 2001 ആയപ്പോഴത്തേക്കും ക്രാത്ത്വോളും ആൻഡേഴ്സണും ചേർന്നിട്ട് ഈ ബ്ലൂമിന്റെ ടാക്സോണമിയെ ഒന്ന് റിവൈസ് ചെയ്തു. ഓക്കെ, ഈ ഒരു കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ലേണിംഗ് നടക്കുന്ന ഈ ടാക്സോണമി ഉണ്ടല്ലോ, ബ്ലൂമിന്റെ ടാക്സോണമി, ആ ടാക്സോണമി ഒന്ന് റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനെ കുറച്ചുകൂടി ഡൈനാമിക് ആക്കി. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്? മൂവ് ചെയ്യുന്നത്, അല്ലെ? കുറച്ചും കൂടി അതിനെ കുറച്ചും കൂടി ഒന്ന് മൂവിങ് ആക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ക്രാത്ത്വോളും ആൻഡേഴ്സണും ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ നമ്മളിപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ എല്ലാം നൗണുകളാണ് ബ്ലൂം ഉപയോഗിച്ചിട്ടുള്ളത്. നോളജ്, അറിവ്, അല്ലെ? അതൊരു നാമമാണ്, അല്ലെ? കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഒരു നാമമാണ്. ആപ്ലിക്കേഷൻ, അതൊക്കെ നാമങ്ങളാണ്, അല്ലെ? അതേസമയം ക്രാത്ത്വോളും ആൻഡേഴ്സണും അതിനെ റിവൈസ് ചെയ്തപ്പോ ഈ നൗണുകളെയൊക്കെ മാറ്റിയിട്ടൊന്ന് വേർബാക്കി. അതായത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇതിനെയൊക്കെ ഒന്ന് വേർബാക്കി എന്ന് മാത്രം. അപ്പൊ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നോളജ് എന്നുള്ളതിനെ എന്താക്കി? റിമംബറിങ് എന്നാക്കി. റിമംബറിങ് എന്ന് പറയുമ്പോൾ ING ഉണ്ട്, വേർബായി, അല്ലെ? കോംപ്രിഹെൻഷൻ എന്നുള്ളത് നൗണാണ്, അതിനെന്താക്കി? അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന വേർബാക്കി. പിന്നെ ആപ്ലിക്കേഷൻ എന്താക്കി? അപ്ലൈയിങ് എന്ന് പറയുന്ന വേർബാക്കി. അനാലിസിസിന് എന്താക്കി? അനലൈസിങ് എന്ന് പറയുന്ന വേർബാക്കി. ഇനി ഒരു ചെറിയ ചേഞ്ച് ഉള്ളത്, ആദ്യം സിന്തസിസ് ആയിരുന്നു, അല്ലെ? തൊട്ട് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്ന സിന്തസിസ് ആയിരുന്നു. അതിനൊന്ന് തിരിച്ചിട്ടു. അതായത് ഇവാലുവേഷൻ അവസാനമായിരുന്നു,
ആര് ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമിയിൽ. ഇവിടെ ഇവാലുവേഷനെ സെക്കൻഡ് ലാസ്റ്റ് ആക്കി. ഇവാലുവേറ്റിംഗ് എന്ന് സെക്കൻഡ് ലാസ്റ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് എന്താണ് ക്രിയേറ്റിംഗ് എന്നാക്കി. ആ ഒരു വ്യത്യാസമാണ് ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമിയിൽ നിന്ന് റിവൈസ്ഡ് ടാക്സോണമിക്കുള്ള വ്യത്യാസം. ക്ലിയർ ആണോ ടീച്ചറെ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം ടീച്ചർ പറഞ്ഞു മാത്സിലാവുമ്പോ ആണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ വരണേ, ഇപ്പൊ കവിതയിൽ വരണില്ല എന്ന്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടെ ഏതൊരു സാധനവും പഠിക്കുമ്പോ ഇപ്പൊ ഒരു കവിത ആയിക്കോട്ടെ, ഇപ്പൊ ഒരു കവിത മനഃപ്പാഠമാക്കുന്നു, അപ്പൊ അതൊരു നോളജ് ലെവലിലാണ്. ഞാൻ കവിതയുടെ ആശയവും അല്ലെങ്കിൽ ആ കവിതയുടെ കുറെ പോയിറ്റിക് ഡിവൈസ് ഒക്കെ മനസ്സിലാക്കി ഇനി ഒരു അപ്രീസിയേഷൻ എഴുതണമെങ്കിൽ കുട്ടി അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് ഉയരണം. പുതിയൊരു കവിത എഴുതുമ്പോൾ ലെവല് എഴുതണം. ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതായത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ് എടുത്താലും ഈ പറയുന്ന സ്റ്റെപ്പിലേക്കൊക്കെ നമുക്ക് പോവാൻ പറ്റും. അതായത് അതിന്റെ റിഫ്ലക്റ്റീവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇന്റലക്ട് ആവശ്യമുള്ള ഒരു മേഖല, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അത് പറഞ്ഞ. ഇപ്പൊ അത് ഞാൻ അണ്ടർസ്റ്റാൻഡിങ് അടുത്ത ലെവല് പറയുമ്പോ ഞാൻ അതുകൂടെ ചേർത്ത് പറയാൻ വേണ്ടി ഇരുന്നതാണത്. അതായത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അതായത് മറ്റേത് പറയുന്ന സമയത്ത് ഞാൻ അത് കുറച്ചും കൂടെ ഈസി ആക്കി ഞാൻ പറഞ്ഞു തരാം അത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് ഇന്റലക്ച്വൽ ആവശ്യമായിട്ട് വരുന്ന ഇപ്പം നമ്മുടെ കൂടുതലും ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വരുമ്പോ നമ്മളവിടെ ഇന്റലക്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ആണ് അല്ലെ. ഇപ്പൊ ഒരു കവിത എഴുതുമ്പോ ഞാൻ എഴുതിയ കവിതയുടെ അപ്രീസിയേഷൻ ആയിരിക്കില്ല ഫൗസിയ എഴുതുന്നത്. അപ്പൊ അതിനകത്ത് തെറ്റ് ശരിയില്ല. എന്റെ കാഴ്ചപ്പാടും ഫൗസിയയുടെ കാഴ്ചപ്പാടുമാണ് അല്ലെ. അവിടെ പ്രൂഫില്ല. എന്റെയാണ് ശരിയെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇന്റലക്ട് വരുന്ന ഒരു കോൺസെപ്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ശരിയെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാത്തിലും നമുക്ക് റിഫ്ലക്റ്റീവ് ലെവൽ വരെയൊക്കെ പോവാമെങ്കിലും ഇന്റലക്ട് ഉപയോഗിച്ച് ചെയ്യുന്നതും ഇപ്പൊ കവിതയിൽ നമ്മുടെ ഇന്റലക്ട് അല്ല യൂസ് ചെയ്യണത് ശരിക്കും. അതായത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ രണ്ടും തമ്മിലുള്ള ഇന്റലക്ട് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന തലച്ചോറും ഒരു മാത്തമെറ്റീഷ്യൻ ഉപയോഗിക്കുന്ന തലച്ചോറും രണ്ടാണ്. അപ്പൊ നമ്മൾ അതിന് വില കുറച്ച് കാണിക്കുക എന്നുള്ളതല്ല. അപ്പൊ അത് രണ്ടും രണ്ട് ഡൊമെയിനിലാണ് അത് വർക്ക് ചെയ്യണത്. അതായത് ആ ഡൊമെയിനിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് അയാൾ പോകുമ്പോഴാണ് അയാൾ സക്സസ്ഫുൾ ആവുന്നത്. ഇപ്പൊ ഒരു നല്ല കവി ആവുന്നത് അയാൾ ആ ഒരു ഡൊമെയിനിൽ അയാൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോഴാണ്. മനസ്സിലായോ? അത് ഞാൻ ആ ലെവലിൽ പറയുമ്പോ പറയാം. കൺഫ്യൂഷൻ ആയോ അത്? ഇപ്പൊ ഇത്ര ഓർത്താൽ മതി. അതാ ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതായത് മാത്സ് നമ്മുടെ തലച്ചോറ് ആവശ്യമായിട്ടുള്ള മേഖലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ്. ഓക്കെ. ഇത് ഇപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാനൊരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ എന്താണ് ഓൾഡ് വേർഷൻ, അതായത് ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ വേർഷൻ ആണ്. ആദ്യം നോളജ് വരുന്നു, കോംപ്രിഹെൻഷൻ വരുന്നു, ആപ്ലിക്കേഷൻ വരുന്നു, അനാലിസിസ് വരുന്നു, സിന്തസിസ് വരുന്നു, ഇവാലുവേഷൻ വരുന്നു. രണ്ടാമത്തത് എന്താണ്? ക്രാത്ത്വോൾ ആൻഡ് ആൻഡേഴ്സന്റെ വേർഷൻ ആണ്. അതിനകത്ത് നോളജിന് പകരം റിമെമ്പറിങ്, കോംപ്രിഹെൻഷന് പകരം അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷന് പകരം അപ്ലൈയിങ്, അനാലിസിസിന് പകരം അനലൈസിങ്, പിന്നെ ഇവാലുവേഷൻ സിന്തസിസിന്റെ സ്ഥലത്ത് ഇവാലുവേറ്റിംഗ് എന്നാണ്, ഇവാലുവേഷന്റെ അവിടെ ക്രിയേറ്റിംഗ് എന്നാണ്. ആ രണ്ട് വ്യത്യാസം ക്ലിയർ ആണല്ലോ? ക്രാത്ത്വോള് വേറെ ആരായിരുന്നു ടീച്ചറെ? ആൻഡേഴ്സണും ക്രാത്ത്വോളും ഇവരാണ് അത് റിവൈസ് ചെയ്തത്. ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമി ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ആ ഇവാലുവേഷനും ക്രിയേറ്റിംഗ് ഒന്ന് തിരിച്ചിട്ടു. പിന്നെ എല്ലാത്തിനെയും നൗൺ ഉണ്ടായിരുന്നതിനെയൊക്കെ വേർബ് ആക്കി. അത്ര വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിലുള്ളൂ. ഇനി അടുത്ത ഡൊമെയിനാണ്, നമ്മൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ പറഞ്ഞു. അടുത്ത ഡൊമെയിനാണ് അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇവിടെ അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ലേണിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒന്നും അവിടെ വരുന്നില്ല. അതേസമയം നമ്മൾ ഒരു കവിത പഠിക്കുന്ന സമയത്ത്, ഒരു കഥ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഫിലിം സ്റ്റഡീസ് ചെയ്യാണ്, അത് ഏത് ഡൊമെയിനിലായിരിക്കും വർക്ക് ചെയ്യണത്?
അഫക്റ്റീവ് ഡൊമൈനിലാണ്. കാരണം അവിടെ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഇൻവോൾവ് ആണ്. അതേസമയം മാത്സിൽ എന്തല്ല, നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഇൻവോൾവ് അല്ല. മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ ഇപ്പൊ നമുക്കത് പഠിക്കാൻ പറ്റുന്നില്ല, ആ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അല്ലാട്ടോ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നമ്മൾ ഒരു കവിതയുടെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുവാണെങ്കിൽ അവിടെ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, എന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ ഞാനൊരു കവിത വായിക്കുമ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എന്റെ ചുറ്റുപാടും കൂടെ ചേർന്നിട്ടായിരിക്കും, അല്ലെ? ഇപ്പൊ ഓരോരുത്തർക്കും ഒരു കവിത വായിക്കുന്ന സമയത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. അതുകൊണ്ടാണ് മലയാളത്തിന് നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കാത്തത്. മാത്സിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ്? അത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന. അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. മാത്സിൽ ഇപ്പൊ 1+1 എന്ന് ഞാൻ ആഡ് ചെയ്താലും നിങ്ങൾ ആഡ് ചെയ്താലും 2 ആണ്. അതേസമയം ഞാൻ ഒരു കവിത വായിച്ചിട്ട് അതിന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതിയാൽ 2-2. എന്റെ ആണ് ശരി, നിങ്ങളുടെയാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. എന്റേത് എന്റെ കാഴ്ചപ്പാട്, എന്റെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. നിങ്ങൾ കവിതയുടെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ അവിടെ ഇത് തെറ്റ്, ശരി അല്ലെങ്കിൽ കറക്റ്റ് എന്നുള്ള സംഭവം അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഫീലിങ്സും ഇമോഷൻസും ഇൻവോൾവ് ആയിട്ട് വരുന്ന ലേണിംഗ് ഉണ്ടെങ്കിൽ അത് ഏത് ഡൊമൈനിലായിരിക്കും വർക്ക് ചെയ്യുക? അഫക്റ്റീവ് ഡൊമൈനിലായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ അഫക്റ്റീവ് ഡൊമൈനിന്റെ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അഫക്റ്റീവ് ഡൊമൈനിൽ ലേണിംഗ് നടക്കുന്നത് താഴെ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റിസീവിങ്. റിസീവിങ് എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് മലയാളം ടീച്ചർ കവിത പഠിപ്പിക്കുകയാണ്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? കുട്ടികളുടെ അറ്റൻഷൻ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതാണ് റിസീവിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസ്പോണ്ടിങ് ആണ്. റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് എൻഗേജിങ് സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് റിയാക്ഷൻ ടു സ്റ്റിമുലൈ സച്ച് ആസ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഓർ ടേക്കിംഗ് നോട്ട്സ്. അതായത് കുട്ടികൾ അതിന് എന്താണ് റെസ്പോൺസ് കൊടുക്കുന്നതിനെയാണ് റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ടീച്ചർ ഒരു എന്താണ് കുട്ടികളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തു, പഠനം തുടങ്ങി, അതായത് കവിത വായിച്ചു തുടങ്ങി. കുട്ടികൾ എന്താണ് ഇപ്പോ ടീച്ചർ കൊടുക്കുന്ന ഒരു സ്റ്റിമുലായി, അതായത് ഇപ്പോ ടീച്ചർ പറയാണ് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, കുഞ്ഞുണ്ണി മാഷിനെ പറ്റി എന്തൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നതിന് കുട്ടികൾ കൊടുക്കുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, ആ സ്റ്റിമുലസിന് കൊടുക്കുന്ന റെസ്പോൺസ്, അതാണ് റെസ്പോണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടീച്ചർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മോറൽ ലേണിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ തലച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. ഇപ്പൊ ദൈവത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ടല്ല അത് ഈ പറയുന്ന പോലത്തെ ഒരു അഫക്റ്റീവ് ഡൊമൈനിൽ നടക്കുന്ന ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ ഒരു നന്മ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മോറൽ ലേണിംഗ് കൊടുക്കാറുണ്ട്. അതായത് കുട്ടിക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നല്ല സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കഥയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും. അതായത് രാമു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി രാവിലെ എന്നും എഴുന്നേക്കും, എന്നിട്ട് ബ്രഷ് ചെയ്യും, പിന്നെ അമ്മയെ സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോകുന്ന വഴിയിൽ എന്താണ് ഒരു പക്ഷി വീണ് കിടക്കുന്ന കണ്ടു, ആ പക്ഷിയെ രക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ഒരു ചെറിയ കുട്ടിയില് ആ കുട്ടിയുടെ ഒരു മോറൽ ഇത് എന്ത് ചെയ്യാണ്, ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റുഡന്റിന്റെ ഉള്ളിലേക്ക് ആ ടോപ്പിക്കിനെ ഇന്റേണലൈസ് ചെയ്യുക, അതാണ് മൂന്നാമത് നടക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. മൂന്നാമത് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് വാല്യൂയിങ് ആണ് മൂന്നാമത് നടക്കുന്നത്. അപ്പൊ ഇത് അഫക്റ്റീവ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് കുട്ടിയുടെ ഉള്ളിലേക്ക് ഇന്റേണലൈസ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മളൊരു കവിത വായിക്കുമ്പോൾ നമ്മൾ ആ കവിത നമ്മുടെ ഉള്ളിലേക്ക് ഇന്റേണലൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കുട്ടി ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യും, അറേഞ്ചിങ് ദി അണ്ടർസ്റ്റുഡ് ടോപ്പിക്. അപ്പൊ ഇവിടെയും അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്, ഒരു കവിത മനസ്സിലാക്കൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ മനസ്സിലാക്കിയ കാര്യത്തിനെ എന്ത് ചെയ്യുവാണ്, ഓർഗനൈസ് ചെയ്യുവാണ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുവാണ്. ഇനി ഇത് കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് അതിനെ എടുക്കുകയാണ്. അതാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്രിങ്ങിങ് ഇൻ ടു ക്യാരക്ടർ ഓർ വാല്യൂസ് ബിക്കം ഇൻഗ്രെയിൻഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ ബിക്കമിങ് എ ഡിഫൈനിങ് പാർട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി ആൻഡ് ആക്ഷൻ. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒക്കെ ഭാഗമാക്കി നമ്മളത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുന്നതാണ് ക്യാരക്ടറൈസേഷൻ. അതായത് നിങ്ങൾ ഏതൊരു സ്വഭാവമാണെങ്കിലും ആദ്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാവും, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തില്
നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മള് മൂത്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അതൊക്കെ അത് പിന്നെ നമ്മുടെ ക്യാരക്ടറൈസേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരൻസ് അവിടെ ഇല്ലെങ്കിലും നമ്മൾ മുതിർന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പോകുന്നു. അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ക്യാരക്ടറൈസേഷൻ ആയി. അത് നമ്മൾ നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൊമെയിനിൽ വരുന്നതാണ്. ഈ അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് സൈക്കോമോട്ടോർ ആണ്. സൈക്കോമോട്ടോറിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് തയ്യൽ പഠിക്കുന്നത്, നീന്തൽ പഠിക്കുന്നത്, ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ മോട്ടോർ സ്കില്ലും കൂടെ ഇൻവോൾവ് ആണ്. അതായത് നമ്മുടെ കൈകാലുകൾ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ലേണിംഗ്. അതാണ് സൈക്കോമോട്ടോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അസോസിയേറ്റഡ് വിത്ത് ഫിസിക്കൽ സ്കിൽസ് ആണ്. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഡാൻസ് പഠിക്കുന്നു, ഇതൊക്കെ നമുക്ക് സൈക്കോമോട്ടോറിൽ പറയാവുന്നതാണ്. ഓക്കെ, അതൊന്നും കോഗ്നിറ്റീവിലല്ല വരിക. അപ്പൊ അതൊക്കെ സൈക്കോമോട്ടോറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നതെന്നുള്ളത്. എന്താണെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. കാരണം നമ്മുടെ ഒരു ലേണിംഗിൽ വരുമ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് ആണ്. അഫക്റ്റീവും സൈക്കോമോട്ടോറും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് അധികം കണ്ടിട്ടില്ല. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ്. കാരണം നമുക്ക് പഠിക്കാനുള്ളതും കൂടുതൽ കോഗ്നിറ്റീവ് അല്ലേ. അതായത് നമ്മളിപ്പോ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലേണിംഗ് കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോഗ്നിറ്റീവ് ഡൊമെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, എന്നിരുന്നാലും ഈ പറയുന്ന ഡൊമെയിനുകൾ ഉണ്ടെന്നും ഈ ഡൊമെയിനുകളിൽ ലേണിംഗ് നടക്കുന്നത് ഈ രീതിയിലാണെന്നും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സൈക്കോമോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്കില്ലുമായി ബന്ധപ്പെട്ടാണ്. അതിന് സ്റ്റെപ്പുകളാണ് ഓരോന്നായിട്ട് പറയുന്നത്. ആദ്യം എന്തായിരിക്കും ചെയ്യണം? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. അതായത് ഇപ്പോ ഒരാൾ നമുക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാണെങ്കിൽ നമ്മൾ ആ ടീച്ചറിനെ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ? ആ ടീച്ചർ ചെയ്യുന്ന അതേപോലെ നമ്മൾ ചെയ്യാൻ നോക്കും, കോപ്പി ചെയ്യും. അതാണ് ഇമിറ്റേഷൻ. ഇനി മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ടീച്ചർ നമ്മൾ എന്ത് ചെയ്യുവാണ്? കൈ പിടിപ്പിച്ച് ആ ഡാൻസ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രിസിഷൻ എന്ന് പറയുന്നത് ആ നൃത്തം നമ്മൾ കുറച്ചും കൂടെ ഷാർപ്പ് ആവുകയാണ്. അതായത് നമ്മളിപ്പോ ആദ്യം നമ്മൾ ഡാൻസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഡാൻസ് കളിക്കുന്ന കാണുന്നു, നമ്മൾ ഡാൻസ് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് മാനിപ്പുലേഷൻ. മൂന്നാമത്തത് നമ്മൾ കുറച്ചൊക്കെ കൈ പിടിക്കുന്നതൊക്കെ കുറച്ചും കൂടെ പ്രിസൈസ് ആവുന്നു. അതായത് ടീച്ചറിന്റെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും നമ്മൾ അക്യുറേറ്റ് ആയിട്ട് അത് ചെയ്യണം. മറ്റേ ഇപ്പൊ ആദ്യം നമ്മളിങ്ങനെ നോക്കി ചെയ്യില്ല. ഇപ്പൊ നമ്മളൊരു കുക്കിംഗ് എന്റെ സംഭവമാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യും, അതിൽ നോക്കി ചെയ്യും. അപ്പൊ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അവിടെ ടീച്ചർ ഇല്ലെങ്കിലും ആ ഡാൻസ് കളിക്കാൻ പറ്റും. അതെന്താണ്? പ്രിസിഷനിലേക്ക് എത്തുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം ഇമിറ്റേഷൻ, പിന്നെ മാനിപ്പുലേഷൻ, പിന്നെ പ്രിസിഷൻ. അതായത് നമ്മൾ ആ ടീച്ചർ അവിടെ ഇല്ലെങ്കിലും, ആ ഒറിജിനൽ സോഴ്സ് അവിടെ ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ നമ്മൾ യൂട്യൂബിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2-3 തവണ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കി വെക്കാതെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നു. ആ ഒറിജിനൽ സോഴ്സ് അവിടെ ഇല്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതാണ് പ്രിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആർട്ടിക്കുലേഷൻ ആണ്. അതായത് ഇപ്പൊ ഡാൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നത് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2-3 സ്കില്ലുകൾ കമ്പൈൻ ചെയ്തിട്ട് പെർഫോം ചെയ്യുക. അതായത് ഇപ്പോ നമ്മൾ ആർട്ടിക്കുലേഷൻ ഇപ്പൊ ഡാൻസിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 2-3 സ്റ്റെപ്പുകളൊക്കെ അല്ലെങ്കിൽ 2-3 മുദ്രകളൊക്കെ ചേർത്ത് നമ്മൾ ഒരു ഡാൻസ് കളിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആർട്ടിക്കുലേഷനിൽ പറയാൻ പറ്റും. ഓക്കെ, നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ടാണ്. നമ്മളിങ്ങനെ നോക്കി ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ കൈയൊക്കെ അതേപോലെ പിടിക്കാൻ നോക്കി ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫോമൻസ് കുറച്ചും കൂടെ ഓട്ടോമാറ്റിക്കും മെന്റൽ എക്സേർഷൻ ഇല്ലാത്തതുമായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കും. അതായത് ഇങ്ങനെ ചെയ്യണം, അടുത്തത് ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സ്മൂത്ത് ആവും. അത് എപ്പോഴാണ്? നാച്ചുറലൈസേഷൻ സംഭവിക്കുമ്പോഴാണ്. അതായത് നമ്മൾ അത്രയും അതിനകത്ത് എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ നാച്ചുറലൈസേഷൻ എന്ന് പറയുക. അതായത് നമ്മളത് തിങ്ക് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നീന്തൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ പറയും കൈയും കാലും ഇട്ട് അടിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ എന്തായിരിക്കും കൈയും കാലും ഇട്ട് അടിക്കണം, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യണേ.
പഠിച്ച് നമ്മൾ പക്കയായിട്ട് നീന്താൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനെ ആലോചിക്കുന്നില്ല, വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ നീന്തി അങ്ങ് പോവാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവിടെ നാച്ചുറലൈസേഷൻ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് അത്ര ഈസി ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഡൊമൈനിലാണ് ലേണിംഗ് നടക്കുന്നത്: കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, അഫക്റ്റീവ്. ഇപ്പൊ 3 ഡൊമൈനിലും എങ്ങനെയാണ് ആ ലേണിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ. ലേണിംഗിന്റെ ടൈപ്സും കൂടെ പറഞ്ഞിട്ട് നിർത്താട്ടോ, ഒരു 4 സ്ലൈഡും കൂടെ ഉള്ളൂ. ടൈപ്സ് ഓഫ് ലേണിംഗ്, ലേണിംഗിന്റെ വിവിധ ടൈപ്പുകൾ. അതിലൊന്ന് പാസീവ് ലേണിംഗ് ആണ്. പാസീവ് ലേണിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ലേണിംഗ് നടക്കുന്നത് പാസീവ് ആയിട്ടാണ്. പാസീവ് ലേണിംഗ് ഈസ് എ ടീച്ചിങ് മെത്തേഡ് വേർ സ്റ്റുഡൻസ് റിസീവ് ഇൻഫർമേഷൻ ഫ്രം ആൻ ഇൻസ്ട്രക്ടർ വിത്തൗട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൽ ലേണർ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പാസീവ് ലേണിംഗ് എന്നാണ് പറയാ. ഉറപ്പായിട്ട് അത് എന്ത് തരം മെത്തേഡ് ആയിരിക്കും? ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ലേണർ പാസീവ് ആണെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ്? ടീച്ചർ സെന്റേർഡ് ആണ്. ഇവിടെ ലിസണിങ്, റീഡിങ്, വാച്ചിങ് ഒക്കെ എന്താണ്? ഇൻവോൾവ് ആവുന്നതാണ്. അതായത് ഇവിടെ ഒന്നും നമുക്ക് അവിടെയൊക്കെ പാസീവ് ആണ്. നമ്മൾ വായിക്കുമ്പോ, കാണുന്ന സമയത്ത്, ലിസണിങ്, ഇവിടെയൊക്കെ നമുക്ക് പാസീവ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വായന എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാ അത് പാസീവ് ആവുന്നതെന്ന്. നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. വായിച്ച സംഭവം നമ്മൾ എഴുതുക, അല്ലെങ്കിൽ വായിച്ചതിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ആക്റ്റീവ് ആവുന്നത്. സമയം നമ്മൾ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്? നമ്മൾ പാസീവ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് പാസീവ് ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആക്റ്റീവ് ലേണിംഗ് എന്താണ്? ഇവിടെ സ്റ്റുഡന്റും ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തിങ്കിങ്, ഡിസ്കഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ക്രിയേറ്റിംഗ്, ഇതൊക്കെ നടക്കുമ്പോ എന്താണ്? ഇപ്പൊ ഞാൻ വായിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അവിടെ അത് ഞാൻ ആക്റ്റീവ് ആവുന്നത്. അതേസമയം ഞാൻ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാസീവാണ്. ഞാൻ വെറുതെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് പാസീവാണ്. ഞാൻ കേട്ട കാര്യം എന്താണെന്നതിനെ പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി എന്റെ സുഹൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ എന്താവുന്നത്? ആക്റ്റീവ് ആവുന്നത്. അല്ലാത്തിടത്തോളം ഞാൻ അവിടെ പാസീവ് ലേണർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ജസ്റ്റ് കുറച്ച് ടേമുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇനി ലേറ്റന്റ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഒന്ന് 2 ചോദ്യ പേപ്പറിൽ ലേറ്റന്റ് ലേണിംഗ് കണ്ടിട്ടുണ്ട്. ലേറ്റന്റ് ലേണിംഗ്, അപ്പൊ ഈ ലേറ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത, അതായത് ഇപ്പം നമ്മൾ ഈ കുക്കറിൽ നിന്ന് പൊള്ളുന്നതാണോ, അതായത് ആവി പൊള്ളുന്നതാണോ അതോ ചൂടുവെള്ളം ഇതായിട്ട് പൊള്ളുന്നതാണോ കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്? ഒന്ന് മെജോറിറ്റിയും സ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾക്ക് അതായത് ചായ ഉണ്ടാക്കുമ്പോ ഇത്തിരി ചായയുടെ ചൂടുവെള്ളം കയ്യില് തട്ടുന്നതാണോ അതോ കുക്കറിന്റെ ആവി തട്ടുന്നതാണോ കൂടുതൽ പൊള്ളലിന് ആഘാതം കൂട്ടുന്നത്? എപ്പോഴാ? ആവിക്കല്ലേ കൂടുതൽ പൊള്ളല് കൂടുതലുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ ആവി എന്ന് പറയുമ്പോ എന്താ സംഭവം? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു വസ്തു പോവുകയാണ്. അതായത് വെള്ളം നീരാവി ആവുന്ന സമയത്ത് ലിക്വിഡ് ഫോമിൽ നിന്ന് അത് ഗേഷ്യസ് ഫോമിലേക്ക് മാറുവാണ്. അതായത് ദ്രാവകം എന്താണ്? വാതകമാവാൻ പോവുകയാണ്. ആ സമയത്ത് ഏതൊരു സംഭവം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോണെങ്കിൽ അത്രയും ഹീറ്റ് എനർജി കൊടുക്കണം അതിന്, അല്ലേ? അപ്പോഴാണ് അത് അടുത്ത സ്റ്റേജിലേക്ക് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം നീരാവി ആവുക എന്ന് പറയുമ്പോൾ അതിന് ലേറ്റന്റ് ഹീറ്റ് എനർജി ഉണ്ടാവും. അതായത് വെള്ളം തിളച്ചോണ്ടിരിക്കുമ്പോൾ അതിന് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വെള്ളം നീരാവി ആവുന്ന സമയത്ത് വെറുതെ 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ വെള്ളം നീരാവി ആവില്ല. വെള്ളം തിളക്കുന്നതാണ് 100 ഡിഗ്രി സെൽഷ്യസ്, അല്ലെ? അപ്പൊ വെള്ളം തിളച്ച് അതിന്റെ മുകളിലുള്ള ഹീറ്റ് കയറുമ്പോഴാണ് അത് എന്താവുന്നത്? പിന്നെ ചൂടാക്കുന്ന സമയത്താണ് അത് നീരാവി ആവുന്നത്, അല്ലെ? 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിളക്കും, അവിടെ തീർന്നു. അതും കഴിഞ്ഞ് വീണ്ടും ചൂട് കൂട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് നീരാവി ആവുന്നത്. അപ്പൊ ഈ നീരാവിയിൽ എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഉണ്ട്, അതായത് ഒളിഞ്ഞു കിടക്കുക. അതായത് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പൊതുവെ പറയാം. പക്ഷെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന വസ്തുവിന് ലേറ്റന്റ് ഹീറ്റ് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് അതിന് എന്താണ് അത്രയും പൊള്ളലിന് ആഘാതം കൂടുന്നത്. അപ്പൊ ഞാൻ അവിടെ ലേറ്റന്റ് എന്നുള്ള ടേം പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് വിത്തൗട്ട് ബീങ് ഇമ്മീഡിയറ്റ്ലി ഒബ്വിയസ്. അതായത് ഇപ്പൊ ഈ നീരാവി പോലെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയില്ല.
അതായത് നീരാവിക്ക് ഇത്രയും ചൂടുണ്ടാവും, നമ്മൾ ചൂടുവെള്ളത്തിന്റെ ചൂടല്ലേ കാണുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് എന്തുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഒബ്വിയസ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് നീരാവി തട്ടുമ്പോൾ ഭയങ്കര പൊള്ളല്. അപ്പൊ നമ്മൾ അയ്യോ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ പോലും ഇത്രയും ചൂടില്ലല്ലോ, ഇത് വെറും ആവിയല്ലേ, നമ്മൾ എന്താ വിചാരിക്കുക, വെള്ളമൊന്നല്ലല്ലോ ആവിയല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്. അപ്പൊ ഈ ലേണിംഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രകടമല്ല, ഒബ്വിയസ് അല്ല ആ ലേണിംഗ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് പോലും ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ചില കാര്യങ്ങൾ കണ്ടിട്ടില്ല, അതായത് ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറെ നേരം നോക്കി നിന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കി നിന്നതെന്നല്ല, പിന്നെ അടുത്തതാണ് നമ്മൾക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എനിക്കിത് അറിയായിരുന്നോ, ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒബ്വിയസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തതല്ല, അത് നമ്മൾ ലേറ്റന്റ് ആയിട്ട് പഠിച്ചതാണ്. അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ ഫോം ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. ഇതൊരു കോഗ്നിറ്റീവ് ലേണിംഗ് തന്നെയാണ്. ദ ഇൻഫർമേഷൻ ലേൺഡ് ത്രൂ ലേറ്റന്റ് ലേണിംഗ് മേ നോട്ട് ബി യൂസ്ഡ് ഫോർ വീക്സ്, മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ്. അതായത് ഈ ലേറ്റന്റ് ലേണിംഗിലൂടെ നടന്നത് നമ്മൾ ചിലപ്പോ കുറെ ആഴ്ചകളിലേക്കോ കുറെ മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ ചിലപ്പോൾ ഉപയോഗിക്കണം എന്നില്ല. അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും, നോക്കിയാ എനിക്കിത് അറിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് അത് ഹിഡൻ ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചതല്ല, പക്ഷെ നമ്മൾ എപ്പോഴോ പഠിച്ചു പോയതാണ്. അത് ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മളത് ഉപയോഗിക്കുമ്പോഴായിരിക്കും എനിക്കിത് അറിയായിരുന്നോ, അപ്പൊ ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾ, എ ചൈൽഡ് ലേണിംഗ് ഗ്രാമർ റൂൾസ് ബൈ ലിസണിങ് ടു കോൺവെർസേഷൻ. അല്ലെ, കോൺവെർസേഷനിലൂടെ നമ്മൾ ഗ്രാമർ റൂൾ പഠിക്കുന്നത്. അപ്പൊ ഗ്രാമർ റൂൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നമ്മൾ കോൺവെർസേഷൻ പഠിക്കുന്നത്, അല്ലെ. നമ്മൾ ഒരു കുട്ടി ഒരു കോൺവെർസേഷൻ കേൾക്കുന്നു, പക്ഷെ അവിടെ കുട്ടി ഗ്രാമർ റൂൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഗ്രാമർ റൂൾ പഠിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, അപ്പൊ എനിക്കിത് അറിയായിരുന്നു, അന്ന് ഞാൻ ആ കോൺവെർസേഷനിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചല്ല. ചില സാധനങ്ങൾ നമ്മൾ അതിതായിരുന്നോ, എനിക്കറിയില്ലായിരുന്നു, ഞാൻ പക്ഷെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാറ്, അതിതായിരുന്നല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിയുന്നത്. പക്ഷെ അത് ലേറ്റന്റ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ അറിയാതെ നമ്മൾ സ്വായത്തമാക്കിയ ചില അറിവുകളാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ലേറ്റന്റ് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ നമ്മൾ ഇമീഡിയറ്റ് ഉപയോഗിക്കില്ല. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിച്ചതാണെങ്കിൽ നമ്മളിപ്പോ എക്സാമിന് വേണ്ടി പഠിക്കുന്നു. ഇപ്പൊ നമ്മൾ നെറ്റിന് പഠിക്കുന്നത് എന്താണ്, ഇത് നെറ്റ് എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അത് ലേറ്റന്റ് അല്ല. അപ്പൊ ലേറ്റന്റിന്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കണം തന്നെയില്ല, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അതാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്, ഇൻസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉൾക്കാഴ്ച. അതായത് അത്തരത്തിലുള്ള ലേണിംഗിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയാം. നമ്മൾ ഇൻസൈറ്റ് ലേണിംഗ് ജസ്റ്റാൾട്ട് തിയറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയും. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു കാര്യം പറയാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് പീപ്പിൾ ലേൺ ബെസ്റ്റ് വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആസ് എ ഹോൾ. അതായത് നമുക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിന്റെ ഹോൾ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് രണ്ട് പിക്ചേഴ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് പിക്ചേഴ്സും തമ്മിൽ 5 വ്യത്യാസങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കാം. ബാലരമയിലേക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പൊ നമ്മള് ആ പിക്ചർ നമ്മൾ ദൂരെ നിന്ന് രണ്ടിനെയും ഹോളായിട്ട് അല്ലെ മുഴുവനായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബാലരമയിലും കളിക്കുടുക്കയിലൊക്കെ ഉള്ളതാണ്, ഈ കുത്തുകൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പിക്ചർ തെളിഞ്ഞു വരും. അപ്പൊ ചെറുപ്പത്തിലൊന്നും നമുക്ക് എന്താണ്, നമ്മൾ ഈ കുത്ത് യോജിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് അയ്യോ കൊരങ്ങൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കുത്തി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ദൂരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്, നമ്മൾ ആ ഒരു വസ്തുവിനെ ഹോളായിട്ട് കണ്ടതുകൊണ്ടാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ 1ൽ നിന്ന് 2ലേക്ക് ഇങ്ങനെ യോജിപ്പിക്കും, 2ൽ നിന്ന് 3ലേക്ക് യോജിപ്പിക്കും, 3ൽ നിന്ന് 4ലേക്ക്, അങ്ങനെ ചിലപ്പോൾ 25 വരെയൊക്കെ യോജിപ്പിച്ച് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴായിരിക്കും കങ്കാരു വന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഹോളായിട്ട് എന്തിനെ നമുക്ക് ദൂരെ പിടിച്ച് ഹോളായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് എന്താണ്, പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാൻ, ആ സിറ്റുവേഷൻ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് ജസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് പറയുന്നത്. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറിയുടെ ഒരു ഭാഗമാണ്. ജസ്റ്റാൾട്ട് തിയറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ കാര്യത്തിനെ നമ്മൾ മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ മുക്കും മൂലയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഓർത്തിരിക്കാൻ പ്രയാസമല്ലേ. അതേസമയം നമ്മൾ അതിനെ ഒരു ഹോളായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ എളുപ്പത്തിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്, ഉൾക്കാഴ്ച. അപ്പൊ അതൊരു എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസൈറ്റ് ലേണിംഗിന് കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഇതാണ്. ഹിയറിംഗ് എ സോങ് ഓൺ ദി റേഡിയോ ഫോർ ദി ഫസ്റ്റ് ടൈം. നമ്മൾ ആദ്യമായിട്ട് ഒരു പാട്ട് കേൾക്കുകയാണ്, ഈ പാട്ട് നമ്മൾ മുന്നേ കേട്ടിട്ടില്ല. ആൻഡ് ഫിഗറിംഗ് ഔട്ട് ദ ആർട്ടിസ്റ്റ് സിംഗിങ് ദ സോങ് ബേസ്ഡ് ഓൺ ദ സൗണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ വോയിസ്. അതായത് ഇപ്പോ നമ്മൾ ആദ്യമായിട്ടൊരു പാട്ട് കേൾക്കുവാണ്, അപ്പൊ ആ പാട്ട് കേട്ടിട്ട് നമ്മൾ ആ സൗണ്ട് വെച്ച് നമ്മൾ ഇത് യേശുദാസ് അല്ലേ പാടിയിരിക്കുന്നേ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഉൾക്കാഴ്ച. അതായത് നമ്മളത് പഠിച്ചിട്ടില്ല, ഇത് യേശുദാസ് പാടിയതാണെന്ന് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? മുന്നേ യേശുദാസിന്റെ പാട്ടുകൾ കേട്ട എനിക്ക് ഞാൻ ആ സിറ്റുവേഷൻ എല്ലാം ഒന്ന് ഹോളായിട്ട് കൺസിഡർ ചെയ്തപ്പോ യേശുദാസിന്റെ സ്റ്റൈല്, യേശുദാസിന്റെ ശബ്ദം, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുവാണ് ഇത് യേശുദാസ് ആണ്. ഞാൻ എവിടെ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഉൾക്കാഴ്ച ഉപയോഗിച്ചിട്ടുള്ള ലേണിംഗ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റാൾട്ട് തിയറി പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അടുത്തത് ഇപ്പൊ റീസെന്റ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ റെയ്മണ്ട് കാറ്റലിന്റെ ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയ്മണ്ട് കാറ്റൽ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ്, ആ തിയറിസ്റ്റ് മുന്നോട്ട് വെച്ച ആശയമാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും. 2 തരം ഇന്റലിജൻസ് ഉണ്ടെന്നാണ് റെയ്മണ്ട് കാറ്റൽ പറയുന്നത്. ഫ്ലൂയിഡ് ഇന്റലിജൻസും ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും ഉണ്ട്. അപ്പൊ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എബിലിറ്റി ടു സോൾവ് ന്യൂ പ്രോബ്ലംസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി നോളജ് ഫ്രം ദി പാസ്റ്റ്. നമുക്ക് മുന്നേ അതിനെപ്പറ്റി ധാരണയൊന്നും വേണ്ട, ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ കപ്പാസിറ്റി ടു ഐഡന്റിഫൈ പാറ്റേൺസ്, സോൾവ് പസിൽസ് ആൻഡ് യൂസ് അബ്സ്ട്രാക്ട് റീസണിങ്. അതായത് ഒരു പുതിയ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നു. അതായത് ഇതിനു മുന്നേ നമ്മൾ ഇത് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ തരത്തിലുള്ള ഇന്റലിജൻസിനെയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയാ. റെയ്മണ്ട് കാറ്റലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്താണ്? എബിലിറ്റി ടു യൂസ് നോളജ്, ഫാക്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് വൺ ഹാസ് അക്യുമുലേറ്റഡ് ഓവർ ടൈം. അതായത് ഞാൻ മുന്നേ നേടിയിട്ടുള്ള അറിവുകൾ എല്ലാം ചേർത്ത് ഞാൻ പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ എന്റെ ഓൾറെഡി ഉള്ള അറിവിനെ ഞാൻ ക്രിസ്റ്റലൈസ് ചെയ്യുവാണ്, അല്ലെ? ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിനും ഇങ്ങനെ കട്ടയാക്കി വെക്കുവാണ്. അതായത് എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ഞാൻ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് വെച്ചിട്ട് ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ഞാൻ ഈ ക്രിസ്റ്റലൈസ് ചെയ്ത നോളജിനെ ഉപയോഗിക്കുന്നതിനെയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് വൊക്കാബുലറി, ജനറൽ വേൾഡ് നോളജ് ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് ലേൺഡ് ഇൻഫർമേഷൻ. അതായത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഫാക്ടുകൾ വെച്ചിട്ട് പുതിയൊരു സിറ്റുവേഷനെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് എന്താണ്? അത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിന്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ടുള്ള ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ റെയ്മണ്ട് കാറ്റലിന്റെ ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ? ഒരു മിനിറ്റ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യം അറിയില്ലായിരുന്നു, പക്ഷേ മറ്റേതെന്താണ്? ക്രിസ്റ്റലൈസ്ഡ് എന്താണ്? നമ്മൾ സോൾവ് ചെയ്യുന്നു, അത് നമ്മൾ നേരത്തെ അക്യുമുലേറ്റ് ചെയ്ത നോളജ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. ഓക്കെ. ഈ 2 ഇന്റലിജൻസ് അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമുക്ക് 2 ഇന്റലിജൻസും യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പുതിയൊരു പ്രശ്നത്തിനെ പറ്റി, ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ശരിക്കും നമുക്ക് നേരത്തെ ഇങ്ങനത്തെ ഒരു വൈറസ് ഇല്ല, അപ്പൊ അവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. അതേസമയം ഇനിയിപ്പോ ഒരു വൈറസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു വൈറസ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കീവേഡുകളും പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.